ഹായ്, ഞാനിങ്ങനെ ഫൈനലി ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങിലാണ്. കുറേ നാളത്തെ ഡീപ്പ് റിസർച്ചിനൊക്കെ ശേഷമാണ് വിഷൻ ബോർഡ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല ഗൈസ്, ഇത്ര നാൾ ഞാൻ എൻ്റെ മൈൻഡിൽ ഫുള്ള് ഫിക്സ് ചെയ്തൊരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ ഒരു നല്ല ഒരു വെറൈറ്റി വീഡിയോ ഒക്കെ ചെയ്തിട്ടേ ഞാൻ ലെങ്തി വീഡിയോ ഇടുള്ളൂ, അല്ലെങ്കിൽ ലെങ്തി വീഡിയോ അത്രമേൽ പ്രോപ്പർ പ്ലാനിങ് ഒക്കെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടിട്ടേ ഞാൻ ലെങ്തി വീഡിയോ ഇടുമെന്നായിരുന്നു എൻ്റെ പ്ലാനിങ്. പക്ഷേ എന്ത് പറയാനാണ് ഗൈസ്, മൊത്തത്തിലെല്ലാം കോമഡി ആയി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ 2026 തന്നെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വിഷൻ ബോർഡ് ഉണ്ടാക്കിയതുള്ള വീഡിയോ തൊട്ട് നമ്മൾ ലെങ്തി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം എല്ലാ മണ്ടത്തരം എല്ലാവർക്കും പറ്റും. മണ്ടത്തരം എല്ലാവർക്കും പറ്റും. അപ്പം ലൈക്ക് അത് ഇമ്പ്രൂവ് ചെയ്യുന്നത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നത്. സോ വീഡിയോ ഞാൻ എടുക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഇനിയും ഇതേപോലെ തന്നെ നിൽക്കും. പക്ഷേ ഞാൻ വീഡിയോ ഓരോന്നോരോന്ന് ഇട്ട് തന്നു കഴിഞ്ഞാൽ എനിക്കത് ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവും. എനിക്കറിയാം, ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് വന്നിങ്ങനെ എത്തി നോക്കിയിട്ട് പോകുന്നൊരു വ്യക്തിയാണെന്ന് എനിക്ക് നല്ല രീതിക്ക് അറിയാം. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ 1 മന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ടാറ്റ ബൈബൈയൊക്കെ പറഞ്ഞ് പോകുമെന്ന് എനിക്കറിയാം. സോ ഇപ്രാവശ്യം അങ്ങനെയല്ല, 365 ഡേയ്സ് ഉണ്ടെങ്കിൽ ആ ഡേയ്സ് ഫുള്ള് വീഡിയോ ഇടാനായിരുന്നു എൻ്റെ പ്ലാൻ. ഇടാനായിരുന്നു എന്നല്ല, ഇടാനാണ് എൻ്റെ പ്ലാൻ. സോ അങ്ങനെ. അപ്പോൾ ഇന്ന് വിഷൻ ബോർഡ് മേക്കിംഗ് ആണ്. അവിടെ ഞാൻ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം പോയി ഈ കോസ്റ്റ്യൂം ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് ഉള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഞാനതിപ്പോൾ വരാം. പിന്നില്ലേ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോൾ വീഡിയോ കാണുന്നവർ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. കഷ്ടപ്പെട്ടൊക്കെ വീഡിയോ ഇടുന്നത്. അപ്പം എന്നാലും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്കങ്ങനെ ഗൈസ്. അപ്പം ഞാൻ ഡ്രസ്സ് പറഞ്ഞിട്ട് വരാം. നമ്മൾ എല്ലാ സാധനങ്ങളും പിന്നെടുത്ത് വെച്ചിട്ടുണ്ട്. ഇടലി എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ആക്ച്വലി ഇത് കട്ട് ചെയ്യുക, ഒരു വിഷൻ ബോർഡ് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി. പിൻട്രസ്റ്റിൽ നോക്കിയാണ് ഞാൻ ഈ പിക്ചേഴ്സൊക്കെ എടുത്തത്. ഇതിൻ്റെ പ്രോസസ്സ് നിങ്ങൾക്ക് ബിഹൈൻഡ് ദ സീൻ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. പിൻട്രസ്റ്റ് നോക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യുക, എന്നിട്ട് അതൊക്കെ ഇരുന്നങ്ങ് ഡൗൺലോഡ് ചെയ്യുക. ഇത് പിൻട്രസ്റ്റിൽ നോക്കുമ്പോൾ ഒരു 2-3-5 ദിവസം നിങ്ങളങ്ങ് പോകും ഉറപ്പിട്ടും. കാരണം ഞാൻ ആദ്യം ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ലൈക്ക് ഈ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു കുറച്ച് അധികം ഡേ ആയി. രണ്ടാമത് രണ്ട് A3 ഫുള്ള് ഫോട്ടോസാണ്. പിന്നെ ഞാൻ കുറച്ചധികം മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഡിസിപ്ലിനും കൺസിസ്റ്റൻസിയാണ് ഇതിനകത്ത് ഒരു എഴുതി വെച്ചേക്കുന്നത്. ലൈക്ക് എനിക്കത് വേണം. ഞാൻ ഡിസിപ്ലിൻ ഉണ്ടെങ്കിലും കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനം 7 അയിലത്ത് പോയിട്ടില്ല. കാരണം ഞാൻ മെയിനായിട്ടൊരു 5-6 ദിവസം മെയിനായിട്ട് കണ്ടിന്യൂസ് വീഡിയോ ഇട്ടിട്ട് അപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞ് വരുന്ന പോലെ ലൈക്ക് ഞാൻ പിന്നെ തന്നെ വീഡിയോ ഇടാണ്ടാവും. അപ്പം എനിക്കറിയാം കൺസിസ്റ്റൻസി ഈസ് ദ കീ എന്നെനിക്കറിയാം. ബട്ട് ദെൻ പക്ഷേ കൺസിസ്റ്റൻസി ആവാൻ എനിക്ക് പറ്റാറില്ല. അപ്പോൾ അത് ഞാൻ മെയിനായിട്ട് ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് മെയിനായിട്ട് അതാണ്. പിന്നെ അതേപോലെ കുറച്ച് എഴുതിയ കുറച്ച് സാധനങ്ങൾ അപ്പം ഈ 4 A3 ഷീറ്റ്സാണ് ഞാൻ പ്രിൻ്റ് എടുത്തേക്കുന്നത്. അതും സ്റ്റിക്കർ രീതിയിലാണ് പ്രിൻ്റ് എടുത്തേക്കുന്നത്. സോ ഇത് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ലൈക്ക് ഒട്ടിച്ചാൽ മതി, പേസ്റ്റ് ചെയ്താൽ മതി. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു എസ്തറ്റിക് രീതിയിൽ ഫീൽ ആവാൻ വേണ്ടി ഒരു പ്ലെയിൻ ബോർഡ് എടുത്തിട്ടുണ്ട്. വൈറ്റ് ബോർഡ് എടുക്കാനായിരുന്നു ആക്ച്വലി ഞാൻ വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ ഒരു കളർ തീം പിടിക്കാം, ഈ ത്രെഡിൻ്റെ ഒരു കളർ തീം പിടിച്ചിട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അതും ഓൾറെഡി സെറ്റാണ്, താഴെ റൂമിലുണ്ട്. അപ്പം ബാക്കി ഇത് ചെയ്യുന്ന കാണിച്ചു തരാം. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ബെസ്റ്റ് ഡിസിഷൻ ആയിരിക്കും ആക്ച്വലി വിഷൻ ബോർഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി അത് സക്സസ് ആവാനുള്ള ചാൻസ് വളരെ അധികമാണ്. അപ്പം മേ ബി നല്ലതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തോ. സക്സസ് ആവാതിരിക്കുന്നത് സെക്കൻഡറി ആണ്. പക്ഷേ പ്രൈമറി എന്താ, നിങ്ങൾ ചെയ്യുക എന്നുള്ളത്, ആ എഫേർട്ട് ഇട്ടു എന്നുള്ളതാണ്. നിങ്ങൾ ആ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ലൈക്ക് നിങ്ങൾക്ക് കിട്ടും, മനസ്സിലായോ? അപ്പം എന്തായാലും എൻ്റെ ഒരു കാണുന്ന എല്ലാവരും ചെയ്യാമെന്ന് ഞാൻ പറയുള്ളൂ. എൻ്റെ പകുതി പ്രഷർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ ഇത് ചെയ്ത് അവർക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അതെനിക്ക് ഹാപ്പിനെസ്സാണ്. വേറൊരു കോമഡി കൂടെ പറഞ്ഞുതരാം. ആക്ച്വലി ഇതെൻ്റെ അച്ഛൻ്റെ ഷർട്ടാണ്. ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി അപ്പുറം കിടക്കണുണ്ട്. അപ്പോൾ ഞാൻ അടുത്തും കിട്ടിയ ഇത് അച്ഛൻ്റെ 32 സൈസ് വരുന്ന ഷർട്ടാണ്. പക്ഷേ എൻ്റെ ആണെങ്കിൽ 42 വരുന്ന ഷർട്ടാണ് അച്ഛൻ്റെ. എൻ്റെ ആണെങ്കിൽ 30 ലൈക്ക് M ആണ് എൻ്റെ സൈസ്. എൻ്റെ ഒരു പകുതി ആണുള്ളൂ, ബാക്കി മൊത്തം ഔട്ടാണെങ്കിലും. പക്ഷേ ഈ വീഡിയോ കാണാൻ രസമുള്ളത് കൊണ്ട് ഞാൻ അങ്ങ് എടുത്തിട്ടുക. അച്ഛൻ വരുമ്പോൾ തിരിച്ചു കൊടുക്കണം, അത് വേറെ കാര്യം. ഓക്കെ, നമ്മുടെ മാറ്റർ അല്ലാത്തതുകൊണ്ട് ഞാൻ പോയി ബോർഡ് എടുത്തിട്ട് വരാം. നിങ്ങളുടെ വീഡിയോ വെയിറ്റ് ഗൈസ്. നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ക്യാരക്ടറായ അമ്മ ഇവിടെ ഉണ്ട്. അമ്മ എന്തെങ്കിലും പറയണ്ടോ? അമ്മയ്ക്കൊന്നും പറയാനില്ല. നമുക്ക് വാക്കുകൾ കിട്ടുന്നില്ല എന്നാണ് അമ്മ പറയുന്നത്. അമ്മയ്ക്ക് വേറെ ഒന്നും പറയില്ല. ശീല ഗൈസ്, നമുക്ക് പരിപാടി പോകാം. ബോർഡ് നമ്മൾ എടുത്തുകൊണ്ടാണ് ചൂനി ഇതെല്ലാം കട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള രീതിയിൽ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, കട്ട് ചെയ്യാം നമുക്ക്.
അറിയാം അമ്മ എന്നാ നോക്കിക്കൊണ്ടിരിക്കണമെന്ന് എനിക്ക് മനസ്സിലായത്. അച്ഛൻ്റെ ഷർട്ടല്ലേ എന്നാണ് ചിരിക്കണത്. അമ്മ നോക്കിക്കൊണ്ടിരിക്കണം, ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ്റെ ഷർട്ടാണ്, അച്ഛൻ വരുമ്പോൾ ഊരി കൊടുക്കണം. ഓക്കെ ഗൈസ്, നമുക്ക് ബാക്കി കട്ട് ചെയ്യാം. യാ ഗൈസ്, ഇതിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. ഇവിടെ ഇരിക്കുമ്പോൾ കാണാൻ പറ്റും. ഓക്കെ, നല്ല നോയ്സ് ഉണ്ട് താഴെ. അച്ഛൻ TV ഓണാക്കി വെച്ചാൽ നല്ല നോയ്സ് ഉണ്ട്. ഞാൻ വാതിലടച്ചിട്ട് വരാട്ടാ. ഓക്കെ, നമ്മൾ ഇനി ഇത് കട്ട് ചെയ്യാം. ആക്ച്വലി ഞാൻ ഭയങ്കര ഇങ്ങനെ പെർഫെക്ഷൻസ് നോക്കിക്കൊണ്ടിരുന്ന ഒരാളാണ്. ലൈക്ക് ലിറ്ററലി ഇത് കട്ട് ചെയ്യുമ്പോൾ വരെ ഞാൻ ഭയങ്കരമായിട്ട് പെർഫെക്ഷൻസ് നോക്കിക്കൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ശരിക്കും എന്തിനാ പെർഫെക്ഷൻസ് നോക്കുന്നത്? ഇംപെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരിവിടെ ഉണ്ട്. ലൈക്ക് ഞാനൊരു ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഹേയ്, ആക്ച്വലി ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്യാന്നുള്ള തോട്ടാണ് എൻ്റെ മനസ്സിൽ. പക്ഷേ പിന്നീട് ഞാൻ ചിന്തിച്ചു, എന്തിനാ അങ്ങനെ തിങ്ക് ചെയ്യണം? എന്തായാലും ഇതെല്ലാം കൂടെ ഒരുമിച്ചൊരു ഒട്ടിച്ച് വെക്കേണ്ട സാധനമാണ്. എല്ലാം കൂടി ഒരുമിച്ച് ഒട്ടിച്ച് വെക്കേണ്ട സാധനം. അല്ലാണ്ട് ഒരിക്കലും ഒരാളിങ്ങനെ പിക്ക് ചെയ്തിട്ട് ഇങ്ങനെ നോക്കില്ല ഇതിൻ്റെ എഡ്ജസ് കറക്റ്റ് ആണെന്നോ, ഇതിങ്ങനെ വേവി ആയിട്ട് കട്ട് ചെയ്തേക്കണോ, അങ്ങനെ ഒന്നും നോക്കില്ല ആരും. ഇത് ഞാൻ എനിക്ക് വേണ്ടി കാണാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. അതുപോലെ തന്നെയായിരുന്നു ആക്ച്വലി എനിക്ക് എൻ്റെ യൂട്യൂബിൻ്റെ ഇതാണെങ്കിലും. കാരണം ഞാൻ ഭയങ്കരമായിട്ട് പാഷനേറ്റായിട്ട് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് വയ്ക്കാം. ലൈക്ക് ലിറ്ററലി എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം എൻ്റെ പാഷനായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നൊരു കാര്യമാണ് ഈ യൂട്യൂബ് വീഡിയോ ഇടാൻ വേണ്ടി മാത്രം. പക്ഷേ ഞാൻ അതിൽ ചെയ്ത മണ്ടത്തരം അല്ലെങ്കിൽ ചെയ്ത മിസ്റ്റേക്ക് എന്താ വെച്ചാൽ പെർഫെക്ഷൻ വരുത്താൻ വേണ്ടി ട്രൈ ചെയ്തത്. ഞാൻ എൻ്റെ ടൂറിൻ്റെ വീഡിയോ, ലൈക്ക് എൻ്റെ ട്രിപ്പിൻ്റെ വീഡിയോ ബെസ്റ്റ് വേയിൽ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ ആയിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ അത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, നല്ല ഭംഗിക്ക് ചെയ്യണം, അങ്ങനെ ആ ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ, ഇങ്ങനെ എഡിറ്റ് ചെയ്യണം, മാസ് വരണം, അങ്ങനെ ലൈക്ക് അങ്ങനെ എല്ലാം കാരണം ഞാൻ ഇതുവരെ ആയിട്ടും അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. എന്തിന് ലാപ്പിൽ പോലും ചെയ്തിട്ടിട്ടില്ല. അത് എപ്പോൾ കാർഡിലുണ്ടോ ആ കാർഡ് അങ്ങനെ ഇരിപ്പുണ്ട്. എന്തിന്? ഞാനത് പെർഫെക്ഷൻ ഒന്നും നോക്കാണ്ട് ജസ്റ്റ് അത് അങ്ങനെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിരുന്നെങ്കിൽ മേ ബി ഇപ്പം വ്യൂസ് കയറിയാനെ. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്കത് എങ്ങനെയെങ്കിലും അത് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യണം എന്നുള്ള സാധനം മനസ്സിൽ കയറി കൂടിയതുകൊണ്ടാണ് ഇതുവരെയായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ അതുപോലെയാണ് ഇതും ലൈക്ക് ഇതും എനിക്ക് നല്ല രീതിയിൽ കട്ട് ചെയ്യണം. പക്ഷേ ഇത് കട്ട് ചെയ്തിട്ട് കാണാനും ഇല്ല. എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി വിഷയം പോലെ ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് നാട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ടല്ലല്ലോ. യൂട്യൂബ് വീഡിയോ ശരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്തത് ഞാൻ അതിനകത്ത് ഇട്ടു. അത് എനിക്കൊരു കുറച്ച് നാൾ കഴിയുമ്പോൾ എനിക്കെടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിലും ഞാൻ എന്ത് ചെയ്തു പെർഫെക്ഷൻ നോക്കി തുടങ്ങി. അത് മേ ബി പാഷൻ ആയതുകൊണ്ടും കൂടെ ആണ് കേട്ടോ. ലൈക്ക് എനിക്കെൻ്റെ ഭയങ്കര പാഷനായിട്ടുള്ള കാര്യമാണ് ഇത് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മേ ബി നല്ല ക്വാളിറ്റി സാധനം ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാനിങ്ങനെ ഡിലേ ആയി വന്നത്. പക്ഷേ ഇനി ഞാൻ പെർഫെക്ഷൻസ് ആയിരിക്കില്ല നോക്കുന്നത്, കൺസിസ്റ്റൻസി ആയിട്ട് അത് വീഡിയോ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. നാക്കൊളുക്കുന്ന ഗൈസ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത് മാത്രമേ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുള്ളൂ. ഇതിപ്പോൾ ഞാൻ തെറ്റി പറഞ്ഞ പോലെ ഞാൻ കട്ട് ചെയ്യുന്നില്ല. കാരണം എന്തിന് ഞാൻ കട്ട് ചെയ്ത് മറ്റുള്ളവരെ കാണിക്കാണ്ടിരിക്കണം? ലൈക്ക് എനിക്ക് എങ്ങനെയാണോ ഞാൻ എന്നെ അങ്ങനെ കണ്ടാൽ മതി ഇനി തൊട്ട്. ലൈക്ക് ഞാൻ ഒരിക്കലും പെർഫെക്റ്റായിട്ട് ചെയ്യണം ചിന്ത ചെയ്യുന്നോ, അല്ലാണ്ട് ഈ ഒരു റീസൺ പറഞ്ഞിട്ട് ഒരു സ്പെസിഫിക് റീസൺ പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാണ്ടിരിക്കുക, അങ്ങനെ ഒന്നുമില്ല. ഡെയിലി ഇനി 365 ദിവസം അടുത്ത വർഷം ഈ ഒരു സമയമാകുമ്പോൾ എനിക്ക് പറയണം ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇട്ടെന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. അല്ലാണ്ട് ഈ വീഡിയോ പെർഫെക്റ്റ് അല്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് വേണ്ടി മാത്രമാണ്. അപ്പം ബാക്കി കട്ടിങ് പരിപാടി നടക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഉഴപ്പും. ബാക്കി അങ്ങനെ ഫൈനലി നമ്മൾ എല്ലാ സാധനവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാട്ടാ. ഇത് നമ്മുടെ വയ്ക്കാനുള്ള ബോർഡ് റെഡി. നമ്മുടെ എല്ലാ സാധനവും കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ആകെ ഒരു ടാസ്ക് ഉള്ളൂ, ഇതൊക്കെ കൂടി അറേഞ്ച് ചെയ്ത് ഒട്ടിക്കാൻ മാത്രം. വേറെ ഒന്നും ഫസ്റ്റ് ഒട്ടിക്കുന്നത് ഞാൻ കാണിച്ചില്ല. ഞാൻ ഫസ്റ്റ് ഒട്ടിക്കുകയാണെങ്കിൽ ദിസ് ഈസ് മൈ ബിഗ്ഗസ്റ്റ് ഡ്രീം. ഇതെൻ്റെ ബിഗ്ഗസ്റ്റ് ഡ്രീം ഇതാണ്. ഈ ഒരു ഗോൾഡൻ ബട്ടൺ അല്ലെങ്കിൽ ഒരു സിൽവർ ബട്ടൺ അല്ലെങ്കിൽ ഏതൊരു പ്ലേ ബട്ടൺ കിട്ടണം എന്നാണ് എൻ്റെ ബിഗ്ഗസ്റ്റ് ഡ്രീം.
അതിന് വേണ്ടിയിട്ടാണ് ഇനി തൊട്ട് ഞാൻ അച്ചീവ് ചെയ്യേണ്ടത്. അതിൻ്റെ പുറകെയാണ് ഞാൻ ഓടേണ്ടത്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ പുറകെ ഒട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. പാവം അമ്മ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സമയം 8 മണിയായി. സാധനം മേടിക്കാൻ വേണ്ടി നമ്മുടെ റൂമിൽ നിന്ന് പുറത്തിറക്കി. ഇനി പോയി സാധനം മേടിച്ച് തരാം കേട്ടോ. നമ്മൾ സ്പെഷ്യൽ ഫുഡ് മേടിച്ചാണ്. ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് മിക്സഡ് ഫ്രൈഡ് റൈസും ബിരിയാണിയും മാളൂന് മാത്രം ഷവർമയും. ആക്ച്വലി നല്ല ക്വാണ്ടിറ്റിയും നല്ല ക്വാളിറ്റിയുള്ള മിക്സഡ് ഫ്രൈഡ് റൈസ്. എനിക്ക് ഇപ്പോൾ ഈ കടയിലെ മിക്സഡ് ഫ്രൈഡ് റൈസ് മാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മാത്രമേ ഞാൻ മിക്സഡ് ഫ്രൈഡ് റൈസ് മേടിച്ചത്. അമ്മയ്ക്ക് ബിരിയാണി. ഇതാണ് ന്യൂ ഇയേഴ്സ് ഫുഡ്. കാരണം ഫുഡ് ഉണ്ടാക്കാനുള്ള ടൈം കിട്ടില്ല. കാരണം വീട്ടിൽ ഫുള്ള് പണി അത് തിരക്കായിരുന്നുകൊണ്ട് നമ്മളിപ്പോഴും വിഷുമ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഫുഡ് കഴിക്കാൻ വേണ്ടി വീണ്ടും താഴത്തേക്ക് വന്നു. ഇതാണ് വീട്ടിൽ നിന്നുള്ള അവസ്ഥ. ഇതാണ് പകുതി കംപ്ലീറ്റ് ആവില്ല. നിങ്ങളിപ്പോൾ തൽക്കാലം അവിടെ ഇരിക്കുക. അതിന് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, വിഷൻ ബോർഡ് ശരിക്കും നമുക്കൊരു ക്ലാരിറ്റി കിട്ടാൻ, നമ്മുടെ എന്തൊക്കെ ഗോൾസ് ആണെന്നൊരു ക്ലാരിറ്റി കിട്ടാനും, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മൈക്കിൽ സ്റ്റാൻഡ് വെക്കട്ടെ. ഓക്കെ, വിഷൻ ബോർഡ് ശരിക്കും മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടാൻ, എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്ന ഒരു ക്ലാരിറ്റി കിട്ടാനും, അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മുടെ വിഷൻ എന്നുള്ളത് നമ്മൾ റിയലായിട്ട് അത് നടന്നു എന്നുള്ള രീതിയിൽ ഒട്ടിക്കണം. ഇതിൽ ഓരോ സാധനം ഞാൻ ഇത് സ്കിൻ കെയറാണ്. സ്കിൻ കെയറാണ് ഈ സാധനം. ഓരോ സാധനം ഞാൻ ഒട്ടിക്കുമ്പോഴും ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ഇത് നടന്നതിൽ എനിക്ക് അങ്ങനെ ആണ് ഞാനിപ്പം ഫോർ എക്സാമ്പിൾ റൂം ഡെക്കോർ തന്നെ വിചാരിക്കുക. ഈ റൂം ഡെക്കോർ ഇതിൽ ഡെക്കറേറ്റ് ചെയ്തു ഒരു റൂം അങ്ങനെയാണ്, ഇത്ര ഭംഗിയുള്ള റൂമായി കിട്ടിയില്ലേ, താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഓരോ സാധനങ്ങളും ഒട്ടിക്കേണ്ടത്. അങ്ങനെ ഇതെല്ലാ സാധനങ്ങളും പറഞ്ഞ് നിങ്ങളെ കാണിച്ചു തരുമ്പോൾ ലെങ്തി വീഡിയോ ആയി പോവും. അതുകൊണ്ട് തന്നെ ഞാൻ കാണിക്കുന്നില്ല. ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം ഗൈസ്. ഫൈനലി അങ്ങനെ നമ്മുടെ വിഷൻ ബോർഡ് റെഡി ആയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. എനിക്ക് ഒറ്റക്കാര്യം പറയാനുള്ളൂ, ഇത് എവിടെയെങ്കിലും നമ്മൾ രാവിലെ കാണുന്ന സ്ഥലത്ത് കൊണ്ടെല്ലാം കൊണ്ട് വയ്ക്കുക. ദെൻ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിരിക്കുക. അതിൽ ഓരോ പിക്ചറിൽ ഗോ ത്രൂ ചെയ്യുക, പിന്നെ മാനിഫെസ്റ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ. വെൽക്കം ടു 2026 ആൻഡ് നമ്മുടെ ഫസ്റ്റ് ലെങ്ത് വീഡിയോ. നമ്മൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ശരി, ബൈ.